ജോസഫിനൊപ്പം യാത്ര ചെയ്യുന്ന ഞാനെന്തിനു വേദനാക്കപ്പെടണം? എത്രയും പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സത്രത്തിലെത്തണം. അതല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ മനസ്സുള്ള ഏതെങ്കിലും ഭവനത്തിൽ. അതാ ഒരു വെളിച്ചം, അതായത് വരുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് തിരക്കട്ടെ. ശ്രീമാൻ, ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി നിൽക്കും. ഞങ്ങൾ നസ്രത്തിൽ നിന്നും ജെറൂസലേമിലേക്ക് പോകുന്നവരാണ്. രാജകൽപ്പന പ്രകാരം ജനസംഖ്യാ പട്ടികയിൽ പേര് ചേർക്കാൻ നിലഗർഭിണിയായ സ്ത്രീകളുണ്ട്. അതെ, മറിയത്തിന്റെ ജന്മദേശവും ജെറൂസലേമാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഗർഭിണികൾ പേര് ചേർക്കാനും നേരിട്ടെത്തേണ്ടതിന് രാജകൽപ്പനയാണ്. ദൈവകൽപ്പന മറ്റൊന്നറിയുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതെന്താ രാജകൽപ്പനയോട് എനിക്ക് താല്പര്യമില്ല. ഉള്ളത് കൊണ്ടാണ് പുറപ്പെട്ടത്. ഞങ്ങൾക്ക് വേണ്ടത് തങ്ങാനൊരിടമാണ്. അടുത്തത് സത്രങ്ങൾ നല്ലതുണ്ടോ? അടുത്തുള്ളതായ 2 സത്രങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ചവിട്ടുപടികളിൽ പോലും ഇടപെടാനില്ല. കാരണം എല്ലായിടങ്ങളിലും തന്നെ പോലെ ഈ പട്ടികയിൽ പേര് ചേർക്കാൻ ഇറങ്ങി പുറപ്പെട്ട യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ പാവം സത്രം സൂക്ഷിക്കാരൻ പോലും ഇപ്പോൾ പഠിപ്പത്താണ്. അവിടേക്ക് നീ ഗർഭിണിയായ ഭാര്യയെ കൂടി ചെന്നാൽ അസലാവും. കുറച്ച് ദൂരം കൂടി പോയാൽ വേറെ വല്ല സത്രവും എൻ്റെ അറിവില്ല. ഉണ്ടെങ്കിലും സ്ഥിതിയിലൊക്കെ തന്നെയായിരിക്കും. മാത്രമല്ല, ഈ സ്ത്രീയെ കൂടെ നിനക്ക് ദീർഘയാത്ര ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവമാണ്, എനിക്ക് അസ്വസ്ഥതകളുണ്ട്. ഇവിടെ അടുത്ത് തങ്ങൾ ഏതെങ്കിലും വീടുകൾ ഒരു രാത്രിക്ക് മാത്രം, ഏതെങ്കിലും സ്ത്രീകളുള്ള ഭവനം. എന്റെ സുഹൃത്തെ, താൻ നീണ്ട നഷ്ടത്തുകാരനാണ്. സ്വയം അസൗകര്യം ഉണ്ടാക്കി ആരെങ്കിലും മറ്റുള്ളവർക്ക് സൗകര്യം ഒരുക്കി തരുന്നു. ഇനി പണം നൽകാമെന്ന് പറഞ്ഞാൽ പോലും പ്രസവദേവത്തിൽ ഗർഭിണി ആരെങ്കിലും വീട്ടിലേക്ക് തപ്പിക്കാൻ തയ്യാറാകും? ഒരിക്കലില്ല. ഈ പ്രദേശത്തിൽ ആളുകൾ തയ്യാറാകില്ല. ഞാൻ ഇത്രയ്ക്ക് തർപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കാണുന്നതാണ് വീട്. ഇനി ഒന്ന് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിൽ കയറി താമസിക്കും. അതെ, എങ്കിൽ പിന്നെ പിന്നെ ഇത്രയും ചോദിച്ച സ്ഥിതി ഞാൻ വഴി പറയാം. ഈ വഴി നേരെ പോകാതെ ഇടതുവശത്തേക്ക് ഒരു ഇടിഞ്ഞ വഴി കയറി പോയാൽ ആദ്യം ശ്മശാനത്തിൽ, പിന്നീട് അതിൻ്റെ ഓരം ചേർന്ന് പോയാൽ നീണ്ടു കിടക്കുന്ന വെളിപ്രദേശങ്ങളും കുറച്ചപ്പുറത്ത് പാറക്കെട്ടുകളുമാണ്. അതിനിടയിൽ വലിയൊരു ഗുഹ. അതിപ്പോൾ കന്നുകാലികൾ ഉച്ചനേരങ്ങളിൽ തണല് തേടി വരുന്നൊരു ആലയം പോലുള്ളതാണ്. കച്ചയും ചാണകവും മുദ്രമൊക്കെ കാണുമെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും മികച്ചൊരു സത്രമായിരിക്കും അത്. ഇവിടെ നിന്ന് നേരെ അറിയാതെ വേണമെങ്കിൽ അങ്ങോട്ട് പോകുന്നു. എന്തൊരു മനുഷ്യനാണ്. അതെ, അയാളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വഴികാട്ടിയാണ് അയാൾ. നേരി കളി പറയുകയാണോ? അല്ല, എത്ര വിശദമായാണ് അയാൾ വഴി പറഞ്ഞത്. ഇടുങ്ങിയ വഴിയിലൂടെ കുറച്ച് നടന്നാൽ ശ്മശാനം, ഓരം ചേർന്ന് നടന്നാൽ വെളിപ്രദേശം, പിന്നെ പാറക്കൂട്ടങ്ങൾ, ഗുഹ. നമുക്ക് ദൈവം കാത്തുവച്ചിടവും അത് തന്നെയാവാം. വരും, പുറപ്പെടാം. മനുഷ്യവാദം കുട്ടിയടയ്ക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കാലത്തുരുത്തെങ്കിലും